പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ 72 പേരെ അയക്കുന്ന ഭാഗമാണിത്. ചില സ്ഥലത്തൊക്കെ 70 പേര് എന്നും കാണുന്നുണ്ട്. ഗലീലയിലെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഈശോ യൂദയായിലേക്കും കൂടെ വ്യാപിപ്പിക്കുകയാണ്. ഈ 72 പേരിൽ 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നിരിക്കാം. ഈ കൂടാര തിരുനാളിൻ്റെ സമയത്താണ്, യഹൂദരുടെ പ്രസിദ്ധമായ കൂടാര തിരുനാളിനോടനുബന്ധിച്ചാണ് ഈശോ ഈ 72 പേരെ അയക്കുന്നത്. ഇങ്ങനെയൊരു വിവരണം ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ താനും. ഈ 72 പേര് 15 ദിവസത്തോളം പ്രേക്ഷിത പ്രവർത്തനം നടത്തി എന്നാണ് കരുതപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമേ ഇങ്ങനെയൊരു വിവരണം കാണുന്നുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, ലൂക്കാ സുവിശേഷകൻ്റെയും പ്രത്യേകത, അദ്ദേഹം ചരിത്രകാരനായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ ചരിത്രബന്ധിയായിട്ട് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ബൈബിളിൻ്റെ, പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേകത ഏതാണ്? ഒരുപക്ഷെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളൊക്കെയുള്ള പ്രത്യേകതയാണ്. പുതിയ നിയമത്തിന് പ്രത്യേകിച്ച്, പുതിയ നിയമം ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് കൂടിയാണ്, ചരിത്ര പുസ്തകം കൂടിയാണ് പുതിയ നിയമം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചരിത്രത്തിൽ എങ്ങനെ ദൈവം തന്നെ വെളിപ്പെടുത്തി എന്നതിൻ്റെ വിവരണം കൂടിയാണ്. ഹൗ ഗോഡ് മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് ദ ഫോം ഓഫ് എ ഹ്യൂമൻ ബീയിങ് ഇൻ ഹിസ്റ്ററി. അപ്പോൾ അതുകൊണ്ട് ബൈബിളിന് രണ്ട് തരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാനോനിക്കൽ ബുക്സ് ആൻഡ് അപ്പോക്രിഫൽ എന്ന് പറഞ്ഞ്, അങ്ങനെ അത് ബൈബിളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി മാത്രമേ അങ്ങനെ ബുക്കുകളുടെയൊക്കെ വേർതിരിവുള്ളൂ. അതിഭാവുകത്വവും ഒക്കെയുള്ള കാര്യങ്ങൾ സഭ അംഗീകരിക്കുന്നില്ല. അത് അപ്പോക്രിഫൽ എന്ന് പറഞ്ഞ് അൺഒഥൻറ്റിക്കായിട്ട് മാറ്റുകയാണ്. കൂടുതൽ ഒഥൻറ്റിക്കായിട്ടുള്ള, ആധികാരികമായിട്ടുള്ള, ചരിത്രബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അത് തിരഞ്ഞെടുത്തിട്ട് അതിനെ കാനോനിക്കൽ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത പുസ്തകങ്ങളാണ്. അപ്പോൾ അതിന് കൂടുതൽ ചരിത്ര ബന്ധമുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് പല ബുക്കുകളിൽ അല്ലെങ്കിൽ അവിടെ നമ്മൾ കാണുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു അനന്യത സുവിശേഷത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ പറയുന്നത്, പലരും പറയുന്നത്, അതായത് ഗോഡ് മാനിഫെസ്റ്റഡ് ഹിംസെൽഫ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി. അതുകൊണ്ട് നമ്മൾ, നമ്മുടെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് പ്രാർത്ഥനകളിലൊക്കെ ഗോഡ് എന്ന്, അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നതിൽ അപ്പുറം സ്പെസിഫിക് ആയിട്ട് പറയുക, എന്താണ്, ജീസസ് ക്രൈസ്റ്റ്, ഈശോ അനുഗ്രഹിക്കട്ടെ, ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പറയണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതായത് ദൈവം ക്രിസ്തുവിൽ ഈ ലോകത്തിൽ തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അതാണ്, അത് നമ്മൾ സന്ദർഭവശ ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഭാഗത്തിൻ്റെ കൂടുതലായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് വരുമ്പോൾ ഈ 70ഉം 72ഉം ഒക്കെ പ്രധാനപ്പെട്ട സംഖ്യകൾ തന്നെയാണ്. ഈ ലൂക്കാ സുവിശേഷത്തിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്നതിനാൽ തന്നെ ഇതിൽ ഒരു പ്രതീകാത്മകമായ വ്യാഖ്യാനവും കൂടിയുണ്ട്. 72 പേരെ അയക്കുന്നത് മറ്റ് വിജാതീയരുടെ ഇടയിലേക്കാണ്. അത് പ്രത്യേകത ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. നോഹയുടെ പുത്രന്മാർ ഷേമും യാഫത്തുമൊക്കെ ഹാമുമൊക്കെ അവരിൽ നിന്ന് ജനിക്കുന്ന ആളുകളുടെ വൃന്ദം എന്ന് പറയുന്നത് 72 വൃന്ദമാണ്. അത് അന്ന് പിന്നീട് വിശ്വസിക്കപ്പെട്ടിരുന്നത് യഹൂദന്മാരല്ലാത്തവർ ജീവിക്കുന്നത് 72 രാജ്യങ്ങളിലായിട്ടാണ്. അത് വിജാതീയ രാജ്യങ്ങളുടെ ആകത്തുകയാണ്. അത് ഇനി 70, അതുകൊണ്ട് ഈശോ ശിഷ്യരെ അയക്കുമ്പോൾ എല്ലാ ആളുകളുടെ ഇടയിലേക്കും അയക്കുന്നു, വിജാതീയ ലോകത്തിലേക്ക് മുഴുവനായിട്ട് അയക്കുകയാണ്. ഇനി 70 എന്ന് പറയുന്ന സംഖ്യ, അതും നമ്മൾ കാണുന്നുണ്ട്. അത് മോശ തൻ്റെ ദൗത്യം പങ്കുവെച്ച് കൊടുക്കുന്ന 70 പേരിലാണ്, അല്ലെങ്കിൽ മുഖ്യന്മാരായിട്ട് 70 പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ അർത്ഥത്തിലല്ല ഇതിന് പ്രാധാന്യമുണ്ട്. ഇനി ലൂക്കായുടെ ഒരു ശൈലി, 2 പേരെ വെച്ചാണ് ശിഷ്യന്മാരെ ഈശോ അയക്കുന്നത്. ഈ 2നുള്ള പ്രാധാന്യം, 2 പേരുടെ സാക്ഷ്യം സത്യമാണ് എന്നുള്ളത്
യഹൂദരുടെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പോൾ ആ തരത്തിൽ അതുകൊണ്ടാണ് പിന്നീട് നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 2 ഗണമായിട്ടാണ് എല്ലാം സംഭവിക്കുക. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ 2 പേരാണ് പോകുന്നത്. പൗലോസും ബർണബാസും, പൗലോസും സീലാസും. അപ്പോൾ ആ തരത്തിൽ 2 എന്നുള്ള ആ കാര്യവും പ്രധാനപ്പെട്ടതാണ്. നമ്മളിനി ഇതിൻ്റെ ഘടനാപരമായിട്ടുള്ള ഒരു സവിശേഷതയിലേക്ക് വന്നാൽ മനോഹരമായ ഒരു മാനേജ്മെൻറ്റ് പാഠമാണിത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നോക്കുക, എങ്ങനെയാണ് ദൗത്യം ഫലമേൽപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു പാഠമാണിത്. ഇവിടെ നോക്കുക, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഓഡിയൻസ് അനാലിസിസ് ആണ്. എന്ന് പറഞ്ഞാൽ ആരാണ് മുമ്പിലുള്ളത്, ആരുടെ പക്കലേക്കാണ് അയക്കപ്പെടുന്നത്. ഈശോ വ്യക്തമായിട്ട് പറയുന്നു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ അയക്കുന്നു. ആരാണ് മുമ്പിലുള്ളത് എന്ന് ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്. രണ്ടാമത്തെ പ്രധാന കാര്യം എന്താണ് ദൗത്യം. ഈശോ വ്യക്തമായിട്ട് പറയുന്നു, രോഗികളെ സുഖപ്പെടുത്തുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുക. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമായിട്ടുള്ള ദൗത്യം. മൂന്നാമത്തത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നതിനെക്കുറിച്ച് ഈശോ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ ചെരിപ്പോ മടിശീലയോ ഒന്നും കൂടെ കരുതരുത്, വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചാൽ ആ ഭവനത്തിൽ താമസിച്ചു കൊള്ളുവിൻ, അവരോടൊത്തും ഭക്ഷിക്കുക. എത്രയോ സുതാര്യമായ രീതിയിൽ, എത്രയോ സംശയത്തിനതീതമായ രീതിയിലാണ് ഈശോ കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ അയക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഈശോ അയക്കുന്നത് ഈശോയോടൊപ്പം നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് മുഴുവൻ പഠിച്ചവരെയാണ്. അവരെയാണ് ഈശോ അയക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരെയാണ്, കൺവിക്ഷൻ ഉള്ളവരെയാണ് ഈശോ അയക്കുന്നത് എന്നുള്ള ഓർക്കുക. അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവർ പരാജയപ്പെടുന്നില്ല. നമ്മുടെ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മളൊരു വേദപാഠത്തിൻ്റെ ഒരു അധ്യാപകനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു സംഘടനയുടെ തലപ്പത്ത് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒക്കെ, അല്ലെങ്കിൽ ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഓർക്കാതെ പോകുമ്പോഴാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഈ ദൗത്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അതാണ്. ഈശോ ഇവിടെ വ്യക്തമായ ഒരു പാഠം നമ്മുടെ മുമ്പിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവരാജ്യ സംസ്ഥാപനമാണ്. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് സ്നേഹവും കരുതലുമുള്ള രാജ്യമാണ്, കരുണയുള്ള രാജ്യമാണ്. ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഏതാണ്? സ്നേഹവും കരുണയും ഉള്ള സമൂഹം സുവിശേഷം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെ അക്രമമോ കൊള്ളയോ പ്രതികാര ചിന്തയോ ഉണ്ടാകുന്നില്ല. ഇതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ അത് അങ്ങനെ സുവിശേഷം പ്രചരിക്കപ്പെടുന്നിടത്താണല്ലോ നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ ദരിദ്രരും നിസ്സഹായരുമായവരെ കൈപിടിച്ചുയർത്തുന്ന ആ സംസ്കാരം ലോകത്തുണ്ടായി വരുന്നത്, പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെല്ലാം മാറ്റപ്പെടുന്നത്, മനുഷ്യനെ വേർതിരിക്കുകയും അടിമയായിട്ടും ഒക്കെ കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നത്. അപ്പോൾ അതാണല്ലോ പിന്നീട് പല പ്രത്യയശാസ്ത്രങ്ങളും പാഠമാക്കിയെടുക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ വിദ്യാലയങ്ങളും ആതുര ശുശ്രൂഷകളുമൊക്കെ അതിൻ്റെ മാതൃകയിലാണല്ലോ ഗവൺമെൻറ്റുകൾ പോലും പിന്നീട് വലിയ തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പരസ്പര സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ ഒക്കെ രാജ്യമാണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ് പോയ ഒരു കഥയുണ്ടല്ലോ, സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള ഒരു കഥയാണ്. നരകത്തിലെത്തുമ്പോൾ ഇങ്ങനെയാണ് അത്ര ആളുകൾ ഇരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഒരു വലിയ നീണ്ട ഒരു തവി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. മുമ്പിൽ
ഭക്ഷണം നിറയെ ഉണ്ട്. പക്ഷേ തന്നെ ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്വാർത്ഥചിത്തരായതിനാൽ അവർക്ക് കഴിക്കാൻ മേലാതെ അവർ അസ്വസ്ഥരായിട്ടിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിൻ്റെ ചിത്രം ഇതുപോലെ തന്നെയാണ്. എല്ലാവരുടെയും കൈയോട് ചേർത്ത് ഒരു തവി വെച്ച് കെട്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ സുഭിക്ഷമായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഒരുവൻ ആ തവി കൊണ്ട് കോരി അടുത്തയാൾക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം. സ്വാർത്ഥതയും നിസ്വാർത്ഥതയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യ സംസ്ഥാപനമാണ്. രണ്ടാമത്തെ പ്രധാന കാര്യം ഇതാണ്: ഈശോ ശിഷ്യന്മാരെ അയക്കുന്നത് താൻ പോകാനിരുന്ന സ്ഥലങ്ങളിലേക്കാണ്. ഈശോയെ അവതരിപ്പിക്കുകയാണ് ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത്. നമ്മൾ കേട്ട് പരിചയപ്പെട്ട ഒരു ഒരു കഥയോ സംഭവം ആയിരിക്കാം. ബോംബെയിലാണ് അത്ര സംഭവിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ അതൊരു കഥയായിരിക്കാം. അവിടെ ആപ്പിൾ വിറ്റുകൊണ്ട് ഒരു ബാലൻ തിരക്കേറിയ ഒരു നഗരവീഥി നിൽക്കുകയാണ്. അവൻ്റെ കൂടെ അവൻ്റെ സഹോദരിയുമുണ്ട്. അവരിങ്ങനെ ആപ്പിൾ വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ജനത്തിരക്കിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ആപ്പിൾ കൂട ആരോ തട്ടിമറിച്ചിട്ടു. അതിൻ്റെ മുകളിലൂടെ അനേകർ ചവിട്ടി മെതിച്ചു പോയി. കരഞ്ഞുകൊണ്ട് ഈ പയ്യൻ നിൽക്കുമ്പോൾ, അവൻ്റെ സഹോദരി നിൽക്കുമ്പോൾ, അകലെ നിന്ന് ഒരു മനുഷ്യൻ കാണുന്നു. അയാൾ ഒരു ക്രിസ്ത്യാനിയാണ്. അയാൾ ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരെ സാന്ത്വനിപ്പിച്ചിട്ട് അടുത്ത് ചെന്ന് വേറൊരു കടയിൽ നിന്ന് ഒരു കൂട നിറയെ ആപ്പിൾ വാങ്ങിച്ചിട്ട് ആളുകൾ തട്ടിമറിച്ചിടാത്തതും എന്നാൽ ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നതുമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളെ നിർത്തുന്നു. എന്നിട്ട് അയാൾ പോകാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണത് പറയുന്നത്. ആ കഥയാണെങ്കിൽ ആ കഥ ഇങ്ങനെ പറയുന്നത്: തപ്പിപ്പിടിച്ചെന്ന രീതിയിൽ ഈ കൊച്ച് ആൺകുട്ടി ഈ മനുഷ്യൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ അയാൾ ഞെട്ടലോടെ തിരിച്ചറിയുന്നു ആ കുഞ്ഞ് അന്ധനാണ്. അതുകൊണ്ടാണ് സഹോദരിയും കൂടെയുള്ളത്. ആ അന്ധനായ കുഞ്ഞ് ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, കാരുണ്യത്തിൻ്റെ വലിയ ദയാവായ്പിൻ്റെ പ്രവൃത്തി നടത്തി ഈ മനുഷ്യൻ്റെ കയ്യിൽ തപ്പിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, സാർ ആർ യു ക്രൈസ്റ്റ്? സാറാണോ ക്രിസ്തു? ദയാസാഗരമായ കാരുണ്യത്തിൻ്റെ മഹാസമുദ്രമായിട്ടുള്ള ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു ആ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിലൂടെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം ഈ സുവിശേഷ ഭാഗം പറയുന്നതാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മിൽ ആളുകൾക്ക് ക്രിസ്തുവിനെ കാണാനാകുന്നുണ്ടോ? മിശിഹായെ കാണാനാകുന്നുണ്ടോ? നിർഭാഗ്യവശാൽ ഒരുപക്ഷെ ഒരുപാട് തരത്തിലുള്ള വർഗീയതകളും പല വൈരാഗ്യ ചിന്തകളും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അതിനെ അധിക്ഷേപിക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈശോയെ അവതരിപ്പിക്കുക, കാരുണ്യത്തെ, അങ്ങനെയാണല്ലോ മദർ തെരേസയൊക്കെ എതിർത്തിരുന്ന ഒരുപാട് ആളുകളിലേക്ക് മാനസാന്തരം വരുത്തിയത്. ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അതെല്ലാമാണ്.